പ്രിയപ്പെട്ട കിറ്റിയും അതെഴുതിയ പെൺകുട്ടിയും. ആരാണവൾ? ഒളിത്താവളമായി താമസിച്ചിരുന്ന ഒരിടം വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരനാണ് പഴയ പത്രങ്ങൾക്കിടയിൽ നിന്ന് കിറ്റിയെ കണ്ടെടുക്കുന്നത്. അന്ന് ആ പഴയ പത്രങ്ങൾക്കൊപ്പം കിറ്റിയും നഷ്ടപ്പെടുത്തിയിരുന്നുവെങ്കിൽ കാലവും ലോകവും ചരിത്രവും ഒക്കെ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഇരുളടഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രത്തിന് ഇത്രയേറെ കൃത്യമായ സൂചന നൽകുന്ന ഒരു സംഭാവന ഇന്ന് ലോകത്ത് അവശേഷിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ കിറ്റിയെ നിങ്ങൾക്കറിയില്ലെങ്കിലും ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാം. ആൻ ഫ്രാങ്ക്. നാസി ജർമ്മനിയുടെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. ചരിത്രം എന്തുകൊണ്ടാണ് ഇന്നും ആൻ ഫ്രാങ്കിന്റെ പേര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യം അവൾ എഴുതി വെച്ച ചില താളുകളാണ്. അവളുടെ പ്രിയപ്പെട്ട കിറ്റിയോട് അവൾ നടത്തിയ ചില സംഭാഷണങ്ങൾ. 1942 നവംബർ 20. പ്രിയപ്പെട്ട കിറ്റി, എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ജൂതന്മാരുടെ അവസ്ഥ ഇത്രയേറെ ദുരിതമുള്ളതാണ് എന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. എങ്കിലും ഞങ്ങൾ സന്തോഷിക്കാൻ ശ്രമിച്ചേ പറ്റൂ. ദുഃഖിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം? ഞങ്ങളുടെ ഈ ഒളിത്താവളം ദുഃഖത്തിന്റെ താവളമാക്കി മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. പകൽ മുഴുവൻ കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം? തന്റെ 13ാമത്തെ പിറന്നാളിന് ആനിന് ഒരു ഡയറി സമ്മാനമായി കിട്ടി. അവൾ അതിനെ കിറ്റി എന്ന് വിളിച്ചു. ആനിന്റെ ഡയറി കുറിപ്പുകൾ ഒരു ചരിത്രത്തിന്റെ കാലത്തെ നടുക്കുന്ന ദുരന്തത്തിന്റെ സാക്ഷ്യമായി മാറുന്നു. ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറുടെ കിരാതമായ ഭരണവാഴ്ചയിൽ കഴിയുന്ന സമയത്താണ് ആൻ ആദ്യമായി ഡയറി കുറിപ്പുകൾ എഴുതി തുടങ്ങുന്നത്. ദിവസം തോറുമുള്ള മടുപ്പിനെ മറികടക്കാനാണ് ആൻ ആദ്യമായി ഡയറി എഴുതുന്നത്. മരണം ഏതു നിമിഷവും അരികിലെത്താമെന്ന് ഉറപ്പുണ്ടായിട്ടും അവൾ തന്റെ ജീവിതം ആ ഡയറിയിൽ കോറിയിട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആൻ ഫ്രാങ്കിന്റെ മരണശേഷമാണ് ഈ ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1929 ജൂൺ 12 ഒരു ജൂത കുടുംബത്തിലാണ് ആൻ ഫ്രാങ്ക് ജനിക്കുന്നത്. 1933 ഹോളണ്ടിലേക്ക് പോയെങ്കിലും ജർമ്മൻ പട്ടാളം അവിടവും ആക്രമിച്ചതിന്റെ പേരിൽ ആൻ ഫ്രാങ്കിനും കുടുംബത്തിനും ഒളിത്താവളങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതായി വന്നു. 1944 ഓഗസ്റ്റ് 4 ഗസ്റ്റപ്പോ എന്നറിയപ്പെടുന്ന നാസി പോലീസ് അവരെ പിടികൂടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു. അമ്മ എഡിറ്റ് ഫ്രാങ്കിനോടും സഹോദരി മാർഗരറ്റിനോടും ഒപ്പമായിരുന്നു ആദ്യമൊക്കെ ആൻ. പിന്നീട് കലശലായ രോഗശയ്യയുടെ ആധിക്യത്താൽ ആൻ ഫ്രാങ്കും മാർഗരറ്റും മറ്റൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടു. ഒടുവിൽ ബർഗർ ബെൽസ് എന്ന തടവറയിൽ വെച്ച് 1944 ആൻ ഫ്രാങ്ക് മരണമടഞ്ഞു. തുടക്കത്തിൽ ആനിന്റെ ഡയറിക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നിരുന്നില്ല. പിന്നീട് ഒരു ഡച്ച് പബ്ലിഷർ മുന്നോട്ട് വരികയും ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഹൃദയം മുറിയുന്ന വേദനയോടെ ലോകം ആ ഡയറിക്കുറിപ്പുകൾ വായിച്ചു. ഇരുളടഞ്ഞൊരു കാലഘട്ടത്തിൽ തന്റെ വാക്കുകൾ കൊണ്ട് പ്രകാശത്തെ ആഗിരണം ചെയ്ത പെൺകുട്ടി ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് തന്റെ പ്രിയപ്പെട്ട കിറ്റിയോട് പറയുന്ന ഓരോ സംഭാഷണങ്ങളിലും അവൾ അനുഭവിക്കുന്ന വ്യഥയും ആകുലതയും മാത്രമല്ല, അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും കാലഘട്ടവും വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ലോകം അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ ചുറ്റും നടക്കുന്ന കിരാതമായ ഭരണങ്ങളോടും നിയമങ്ങളോടുമുള്ള ആൻ ഫ്രാങ്കിന്റെ വിയോജിപ്പും സങ്കടങ്ങളും ഒക്കെ ആ ഡയറിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യുദ്ധം അതിന്റെ എല്ലാ ഗർവോടും കൂടി കടന്നു പോയപ്പോൾ ആൻ ഫ്രാങ്ക് അതിനെ തന്റെ ഡയറിയിലേക്ക് പകർത്തി വെച്ചു. ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ചോര ചുവക്കുന്ന താളുകൾ നമുക്ക് കാണാനായി കഴിയും. മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്നതിന്റെ യാതന നമുക്ക് കാണാനായി കഴിയും. ഒരു കൊച്ചു പെൺകുട്ടി ലോകത്തെ എത്രത്തോളം മനുഷ്യത്വത്തോടും വിശാലതയോടും കൂടിയാണ് സമീപിക്കുന്നത് എന്നറിയാനായി കഴിയും. അവളുടെ ഡയറിക്കുറിപ്പുകൾ
എന്റെ പ്രിയപ്പെട്ട കിറ്റിക്ക്.